യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. പരിമള തൈലം പോൽ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോൽ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. വാനിലും ഭൂമിയും മേലായ നാമം, വാനാധിമാനവ യേശുവിൻ നാമം. വാനിലും ഭൂമിയും മേലായ നാമം, വാനാധിമാനവ യേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. വാഗ്ദത്ത മഹിളവും നൽകിടും നാമം, ആശ്രിതകാലം വദായക നാമം. വാഗ്ദത്ത മഹിളവും നൽകിടും നാമം, ആശ്രിതകാലം വദായക നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ മടങ്ങിടും നാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ മടങ്ങിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. സങ്കീർത്തനങ്ങൾ 11:4 വാക്യം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ എല്ലാ കേൾവിക്കാർക്കും അനുഗ്രഹീതമായ പ്രഭാത വന്ദനം ആശംസിക്കുന്നു. ഭക്തനുള്ള നീതിപീഠം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൂടപ്പിറപ്പുകളെ, രാജാക്കന്മാർ, ന്യായാധിപന്മാർ എന്നിവരൊക്കെ അവരുടെ സ്ഥാന മഹിമകൾക്കനുസരിച്ച് തങ്ങളുടെ പ്രജകളുടെ, തങ്ങളുടെ മുൻപിലെത്തുന്നവരുടെ സങ്കടങ്ങൾ കേൾക്കുന്നത്, വാദമുഖങ്ങൾ കേൾക്കുന്നത് അവരുടെ സിംഹാസനത്തിലും അവരുടെ അധികാര ഇരിപ്പിടങ്ങളിലും ഇരുന്നു കൊണ്ടാണ്. ഇതുപോലെ തന്നെ സർവശക്തനായ ദൈവം, സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മന്ദിരത്തിൽ, തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. താൻ ആ സ്വർഗ മന്ദിരത്തിൽ, ആ സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ സങ്കടങ്ങൾ കേൾക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയുള്ള പുത്രന ക്രിസ്തുവിന്റെ മധ്യസ്ഥത കേൾക്കുകയും നമുക്ക് ഉത്തരമരുളുകയും ചെയ്യുന്നുമുണ്ട്. ഒരു ഭക്തന്റെ ഉറപ്പും ധൈര്യവും എന്നെ കാണുന്ന, എന്നെ അറിയുന്ന, എന്നെ കേൾക്കുന്ന സ്നേഹവാനായ ദൈവം, എനിക്കുള്ള ന്യായമായി വിധി കൽപ്പിക്കുന്ന ന്യായാധിപൻ സ്വർഗത്തിലുണ്ട്, സ്വർഗത്തിലെ ആ സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഭക്തൻ എന്ന നിലയിൽ എനിക്ക് ന്യായമായി ലഭിക്കേണ്ട സംരക്ഷണം അവൻ ലഭ്യമാക്കുക തന്നെ ചെയ്യും. ശത്രുക്കൾ എൻ്റെ മേൽ ജയം കൊള്ളുവാൻ അവൻ അനുവദിക്കുകയില്ല. ഞാൻ തകർന്നു പോകുവാൻ സമ്മതിക്കുകയുമില്ല.
എന്റെ വിശ്വാസം പതറിപ്പോകുവാൻ അവൻ അനുവദിക്കില്ല. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവൻ എന്നെ കാണുന്നില്ലയോ, അവൻ എന്നെ അറിയുന്നില്ലയോ എന്നൊക്കെ തോന്നുമാറ് ഞാൻ നിൽക്കുന്ന അടിസ്ഥാനം ഇളകി മാറുന്നുവോ എന്ന് സംശയിക്കുമാറുള്ള ചില പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ സങ്കീർത്തനക്കാരൻ ചോദിച്ചതുപോലെ ചില ചോദ്യങ്ങൾ, അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും? എനിക്ക് നീതി നിഷേധിക്കപ്പെടുന്നുവോ? വിടുതലുകൾ തടയപ്പെടുന്നുവോ? എൻ്റെ ഞെരുക്കങ്ങൾ, എൻ്റെ ഉപദ്രവങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല? ദൈവം ഇത് അനുവദിക്കുന്നതാണോ? ഹൃദയപരമാർത്ഥതയോടെ ആരാധിക്കുന്നവൻ തന്നാലാവത് ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന ഒരു ദൈവപൈതൽ, ആത്മദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവൻ, സഹജീവികളോട് കരുണയോട് ഇടപെടുന്നവർ എന്നീ നിലകളിലൊക്കെ തനിക്ക് ന്യായമായി ലഭിക്കേണ്ട സൗഖ്യവും സംരക്ഷണവും വിടുതലുകളും നടത്തിപ്പും നന്മയും നീതിയും ലഭ്യമാകാതെ വന്നാൽ എന്തു ചെയ്യും? താൻ ശരണമാക്കിയിരിക്കുന്ന പർവ്വതത്തിലേക്ക് ഓടിച്ചെല്ലുകയല്ലാതെ മറ്റെന്ത് ചെയ്യുവാൻ കഴിയും? ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആത്മതപനത്തോടും ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയല്ലാതെ എന്തു ചെയ്യാൻ? പ്രിയരെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തനിക്കുണ്ടാകുന്ന ഒരു ബോധ്യം, തന്നോടുണ്ടാകുന്ന ഒരു സ്വർഗീയ ഇടപെടൽ എത്രയോ വലുതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. സഹായം വരുന്ന ആ പർവ്വതത്തിൽ എപ്പോഴും ദൈവമുണ്ട് എന്ന് ആ തിരിച്ചറിവിനാൽ മനസ്സിലൊരു കുളിർമ വ്യാപരിക്കുവാൻ നാം അനുവദിക്കണം. തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവർത്തന നിരതനായ ഒരു ദൈവം എനിക്കുണ്ട് എന്ന തിരിച്ചറിവ് ദൈവത്തിൻ്റെ ഭക്തനെ എപ്പോഴും ആശ്വസിപ്പിക്കുന്ന ഒരു തിരിച്ചറിവാണ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ സംരക്ഷകൻ, എൻ്റെ പരിപാലകൻ സ്വർഗമന്ദിരത്തിലുണ്ട്. എൻ്റെ ദൈവം മരിച്ചിട്ടില്ല. ഇന്നും അവിടുന്ന് എനിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി നല്ലവനായി കർത്താവ് കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. എന്നോട് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. അവൻ ഇന്നും എനിക്ക് വേണ്ടി സിംഹാസനത്തിലിരുന്ന് അവന്റെ ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ എനിക്ക് ആലോചന പറഞ്ഞു തരുന്നു എന്ന് വിശ്വസിക്കുവാൻ ഒരുവന് കഴിയണം. ഭക്തന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുകയാണ്. ഭക്തനെതിരെയുള്ള സകല തന്ത്രങ്ങളും പോരുകളും ദൈവം കണ്ടിട്ടുണ്ട്. അതിൻ്റെ മേൽ ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പോവുകയുമാണ്. പ്രിയരെ, എന്നാൽ പലപ്പോഴും ഭക്തൻ ഇവിടെ നിരാശിതനാകുമ്പോൾ ചിന്തിച്ചു പോകുന്നത്, എൻ്റെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പിടിവിട്ടു പോയിരിക്കുന്നു, അവയുടെ മേൽ ഇപ്പോൾ ദൈവത്തിന് നിയന്ത്രണമൊന്നുമില്ല, എന്നെ ഉപദ്രവിക്കുന്നവരുടെ മേൽ ദൈവത്തിന് ഒരു നിയന്ത്രണവുമില്ല എന്നുള്ള ചിന്തകൾ ദുഷ്ടനായ പിശാച് ഒരു ദൈവ പൈതലിന്റെ മേൽ കയറ്റിവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. പലരും ഈ തന്ത്രങ്ങളിൽ കുടുങ്ങി ഈ വിധ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാറുമുണ്ട്. എന്നാൽ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഓടി എത്തുമ്പോൾ, ആ ഭക്തൻ ഓടിയെത്തുമ്പോൾ ഭക്തന് മനസ്സിലാകുന്നു, എൻ്റെ ചിന്തകൾ എത്രയോ ബാലിശമായതായിരുന്നു, എൻ്റെ ചിന്തകൾ എത്രയോ ഭോഷത്വം നിറഞ്ഞതായിരുന്നു. പ്രിയരെ, ഭക്തന് വേണ്ടി എപ്പോഴും തുറന്നിരിക്കുന്ന ആ സ്വർഗീയ കോടതി, ആ ന്യായാസനത്തിൽ ഒരു ന്യായാധിപൻ ഇരിക്കുന്ന ആ സ്വർഗീയ കോടതി, ആ കോടതിയുടെ മുൻപിൽ ഭക്തന്റെ വിഷയങ്ങൾ പരിഹാരം കൽപ്പിക്കപ്പെടുകയാണ് എന്ന് തിരിച്ചറിയണം. ലോകത്തിലെ ന്യായാസനങ്ങൾ നീതിരഹിതമായി പ്രവർത്തിക്കുമ്പോൾ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ, ലോകരാജ്യങ്ങൾ, പ്രസ്ഥാനങ്ങളൊക്കെ നീക്കപ്പെടുകയും താഴുകയും ചെയ്യുമ്പോൾ മാറാത്ത, മാറ്റുവാൻ കഴിയാത്ത, ഇളകാത്ത, മറിച്ചു കളയാനാവാത്ത ഒരു സ്വർഗസിംഹാസനവും സിംഹാസനസ്ഥനും ഭക്തന് വേണ്ടി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ നമുക്കിടയായിത്തീരും. ഒരു ഭക്തൻ അതാണ് ചെയ്യേണ്ടത്. അവിടെ നിന്നും ശോധനയുള്ള വിധി, നിലനിൽക്കുന്ന തീർപ്പ് ഉളവാക്കപ്പെടും. ഇവിടെ ആരോപിക്കപ്പെടുന്ന അപരാധിത്വവും നിരപരാധിത്വവും ശോധന ചെയ്ത് തെളിയിച്ച ശേഷമേ സ്വർഗസിംഹാസനത്തിലെ തെറ്റിക്കൂടാത്ത വിധി ഉണ്ടാകുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെയുള്ളൊരു വിധി വെളിപ്പെടുന്നവരെ നാം കാത്തിരിക്കുകയും ചെയ്യണം. പ്രിയരെ, ശോധന കൂടാത്ത വിധി അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് ഭക്തൻ ഒരിക്കലും
വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും നിരാശപ്പെട്ട് പിന്മാറിപ്പോകേണ്ട കാര്യമില്ല. എൻ്റെ നിരപരാധിത്വം ആരും അറിയുന്നില്ലല്ലോ, എൻ്റെ വിശ്വസ്തത ആരും കാണുന്നില്ലല്ലോ, എൻ്റെ ആത്മാർത്ഥത ആരും ഗ്രഹിക്കുന്നില്ലല്ലോ എന്ന് പലപ്പോഴും ദൈവമക്കൾ വ്യാകുലപ്പെടാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തുന്നു, അപ്രകാരം നാം വ്യാകുലപ്പെടേണ്ട കാര്യമേയില്ല. കാരണം കാണേണ്ടവൻ കണ്ടിട്ടുണ്ട്, അറിയേണ്ടവൻ അറിഞ്ഞിട്ടുണ്ട്. അവന്റെ കണ്ണുകൾ ഇന്നും എപ്പോഴും കൂടപ്പുറപ്പെ നമ്മെ ദർശിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളാണ്. കൂടപ്പുറപ്പുകളെ, നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ അവകാശങ്ങൾ ദുഷ്ടന്റെ അധീനതയിലായിരിക്കുന്നുവോ? നിങ്ങളുടെ അധ്വാന ഫലം തടഞ്ഞു വെച്ചിരിക്കുന്നുവോ? നിങ്ങളുടെ വഴി അടയപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾ അന്യായമായി കുറ്റം വിധിക്കപ്പെടുന്നുവോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്ന കലുഷിതമായ സാഹചര്യത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നുവോ? കാൽച്ചുവടുകൾ മുൻപോട്ട് വയ്ക്കുവാൻ നിങ്ങൾ ഭയപ്പെടുന്നുവോ? ഇന്നത്തെ പകലിനെ നേരിടുവാൻ കൂടപ്പുറപ്പെ താങ്കൾ ഭയക്കുന്നുണ്ടോ? നിങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു രേഖ ചമയ്ക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങളുടെ രേഖകൾ ശത്രുവിൻ്റെ കൈകളിലായിരിക്കുന്നുവോ? ഭയപ്പെടേണ്ട, നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. നീതിപീഠത്തിൽ സർവാധികാരിയായി സകല കാര്യങ്ങളുടെ മേലും നിയന്ത്രണങ്ങളുള്ളവനായി നമ്മുടെ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തൻ്റെ സിംഹാസനത്തിൽ തന്നെയുണ്ട്. നിങ്ങൾക്കുള്ള ന്യായമായ തീർപ്പ്, ശോധന ചെയ്യപ്പെട്ട തീർപ്പ് വെളിപ്പെട്ടു വരും. കൂടപ്പുറപ്പെ, താങ്കൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ നല്ലവനായ ദൈവത്തിൽ ആശ്രയിക്കുക, അവങ്കലേക്ക് കണ്ണുകൾ ഉയർത്തുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകളെ നമുക്ക് മടക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്നായി നല്ല സന്ദർഭത്തിനായി, നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾക്കൊരു നീതിപീഠം സ്വർഗത്തിലുണ്ട്. ആ നീതിപീഠത്തിൽ ആ ന്യായാധിപൻ സർവശക്തനായ ദൈവം, സ്വർഗസ്ഥനായ ദൈവം സിംഹാസനസ്ഥനായിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിൽ ഓർപ്പിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. അങ്ങയുടെ മുൻപാകെ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നു, ഞങ്ങളുടെ മുട്ടുകളെ മടക്കി നിൽക്കുന്നു. സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മക്കളുടെ മേൽ കർത്താവേ, ശോധന ചെയ്ത വിധി തീർപ്പാക്കി കൽപ്പിച്ചയക്കണം. അത് ഏറ്റെടുത്ത് അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വസ്തതയുള്ളവരായി നിലകൊള്ളുവാൻ എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുന്ന മണ്ഡപയ്ക്കായി സ്തോത്രം. ഇന്നിന്റെ മറുപടികളും വിടുതലുകളും കർത്താവെ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. കർത്താവ് ഇത് കൽപ്പിച്ചിരിക്കുന്ന മണ്ഡപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പരിമള തൈലം പോൽ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോൽ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. വാനിലും ഭൂമിയും മേലായ നാമം, വാനാധിമാനവൻ യേശുവിൻ നാമം. വാനിലും ഭൂമിയും മേലായ നാമം, വാനാധിമാനവൻ യേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം.
വാഗ്ദത്ത മകിടവും നൽകിടും നാമം ആശ്രിതർക്കാലം വദായക നാമം വാഗ്ദത്ത മകിടവും നൽകിടും നാമം ആശ്രിതർക്കാലം വദായക നാമം യേശുവിൻ നാമം അതുലിമ നാമം ഇണയില്ല നാമം ഇമ്പനാമം യേശുവിൻ നാമം അതുലിമ നാമം ഇണയില്ല നാമം ഇമ്പനാമം മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം ഏവരും ഒരുപോൽ മടങ്ങിടും നാമം മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം ഏവരും ഒരുപോൽ മടങ്ങിടും നാമം യേശുവിൻ നാമം അതുലിമ നാമം ഇണയില്ല നാമം ഇമ്പനാമം യേശുവിൻ നാമം അതുലിമ നാമം ഇണയില്ല നാമം ഇമ്പനാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം യേശുവിൻ നാമം അതുലിമ നാമം